ഹലോ മക്കളെ, നമ്മൾ ഇന്ന് 3-ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിലുള്ള രണ്ടാമത്തെ യൂണിറ്റായ ഫെസ്റ്റീവ് ഫണ്ണിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 1. The pictures of Julia's friends are given below. Identify them and write their names in the columns. ഇവിടെ ഏതൊക്കെ തന്നിട്ടുള്ളത്? വെയിൽ, ഒക്ടോപ്പസ്, ക്രാബ്, ഷാർക്ക്, ജെല്ലി ഫിഷ്, മാക്കറേൽ, സ്റ്റാർ ഫിഷ്, പ്രോൺ. അല്ലേ? ഒരുപാട് ഫിഷസിൻ്റെ ഒക്കെ പേര് തന്നിട്ടുണ്ട്. അതൊക്കെ ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പ്രിൻസസ് ആയ ജൂലിയ അവരുടെ ഫ്രണ്ട്സാണ് അല്ലേ. അപ്പോൾ ആരാണ്? ഒന്നാമത്തെ ചിത്രത്തിലുള്ളത് ആരാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഷാർക്ക് അല്ലേ, സ്രാവാണ് അല്ലേ. രണ്ടാമത്തത് സ്റ്റാർ ഫിഷ്. അടുത്തത് ആരാണ്? ജെല്ലി ഫിഷ്. പിന്നെയോ മാക്കറേൽ. പിന്നെ പ്രോൺ. പിന്നെ ആരാണ്? ക്രേബാണ് അല്ലേ, ഞണ്ട്. അടുത്തത് ആരാണ്? നീരാളിയാണ്. നീരാളിക്ക് എന്താ പറയുക? ഒക്ടോപ്പസ്. പിന്നെ വെയിലാണ് അല്ലേ, തിമിംഗലം. അടുത്തത് ഇനി എന്താണ്? ആക്ടിവിറ്റി 2 നോക്കാം. സം വേർഡ്സ് ആർ ഗിവൺ ബിലോ. ക്ലാസിഫൈ ദം ഇൻറ്റു ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ആഡ് മോർ ഐറ്റംസ് ഇൻ ദി ലിസ്റ്റ്. അപ്പോൾ ഇവിടെ കുറേ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പേര് മിക്സഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്, വെജിറ്റബിൾസ് ഏതൊക്കെയാണ് എന്ന് മക്കൾ കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. എന്നിട്ട് ഇതല്ലാതെ കൂടുതൽ കണ്ടെത്തുകയും വേണം കേട്ടോ. ആദ്യം നമുക്ക് ഇതിലുള്ള ഫ്രൂട്ട്സ് എഴുതാം. ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? പോമിഗ്രാനൈറ്റ്, പിന്നെ ആപ്പിള്, ഗ്രേപ്സ്, പിന്നെ ഏതാണ്? സ്ട്രോബെറി, പൈനാപ്പിൾ, അവക്കാഡോ, വാട്ടർമിലൺ, പിന്നെ ബ്ലൂബെറി, കിവി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി. അടുത്തത് വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് എഴുതാം. ബ്രക്കോളി, ക്യാരറ്റ്, പൊട്ടാറ്റോ, കുക്കുംബർ, പിന്നെ കോളിഫ്ലവർ, പിന്നെ ബീൻസ്, പീസ്, റാഡിഷ്, കേബേജ്, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണ്? The recipe of vegetable salad is given in the box. Read it. വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ടെന്ന് വായിച്ചു നോക്കാം. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൺ റോ. അപ്പോൾ പച്ചക്ക് കഴിക്കാൻ പറ്റിയ വെജിറ്റബിൾസ് എടുക്കുക. എന്നിട്ടോ വാഷ് ദം, അത് കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. ആവശ്യമുള്ളതൊക്കെ സ്കിന്ന് പോക്കേണ്ടത് പോക്കുക, തൊലി പോക്കേണ്ടതൊക്കെ പോക്കുക. ചോപ്പ് ദം ഇൻ ടു പീസസ്, ചെറിയ പീസാക്കുക. എന്നിട്ടോ പുട്ട് ദം ഇൻ ടു എ ബൗൾ, ഒരു ബൗളിലേക്ക് ഇടുക. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. എന്നിട്ടോ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇടുക. അപ്പോൾ എന്താണ്? ദ സാലഡ് ഈസ് റെഡി. പിന്നെന്താ ചോദിച്ചിട്ടുള്ളത്? നൗ ലെറ്റ്സ് മേക്ക് എ ഫ്രൂട്ട് സാലഡ്. ഹൗ ഡു വി മേക്ക് എ ഫ്രൂട്ട് സാലഡ്? അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. ടേക്ക് സം ഫ്രൂട്ട്സ് ഓഫ് യുവർ ചോയ്സ് ലൈക്ക് ആപ്പിൾ, ഗ്രേപ്സ്, മാംഗോ എക്സെട്ര. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് എടുക്കുക, ആപ്പിൾ, ഗ്രേപ്സ്, മാംഗോ പോലുള്ള. എന്നിട്ട് വാഷ് ദം, കഴുകുക. പീൽ ദെയർ സ്കിൻ ഇഫ് ഇറ്റ്സ് നീഡഡ്. അപ്പോൾ ആവശ്യമുള്ളത് സ്കിൻ ഒഴിവാക്കുക, തൊലി ഒഴിവാക്കുക. കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്. എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് പുട്ട് ദം ഇൻ ടു ദ ബൗളിലേക്ക് ഇടുക. ആഡ് യുവർ ഐസ്ക്രീം ആൻഡ് പിന്നെ മിക്സ്ഡ് ഇൻ ടു ഇറ്റ്. നിങ്ങളുടെ ഫേവറേറ്റ് ഐസ്ക്രീം ആഡ് ചെയ്യുക. അപ്പോൾ ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. ഇനി ആക്ടിവിറ്റി 4. ഒബ്സർവ് ദ പിക്ചർ. ഐഡൻറ്റിഫൈ ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ ദ ഷോപ്പ് ആൻഡ് റൈറ്റ് ദം ബിലോ. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഈ ഒരു ഷോപ്പിലുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഏതൊക്കെയാണെന്ന് താഴെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മളൊരു ആക്ടിവിറ്റി ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായില്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊന്ന് ലിസ്റ്റ് ചെയ്യാം. മക്കൾക്കും ഇത് തന്നെയാണോ കിട്ടിയത് നോക്കണം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ്? വാട്ടർമിലൺ ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, ബനാന, ഓറഞ്ച്, ഗുവ, മാംഗോ, പൈനാപ്പിൾ, ബ്ലൂബെറി, കസ്റ്റാർഡ് ആപ്പിൾ. ഇനി വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിനാച്ച്, പംകിൻ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ബിറ്റർ ഗോഡ്, ക്യാരറ്റ്, കാബേജ്, ടാപ്പിയോക്ക, യം, സ്നേക്ക് ഗോഡ്. മക്കളും ഇത് തന്നെയല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി അടുത്തത് ആക്ടിവിറ്റി 5. പ്രിപ്പയർ എൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വാരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ അത് മക്കൾ ചെയ്യാനുള്ളതാണ്. പല ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും പിക്ചർ ഒട്ടിച്ച് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് എന്താണ്? ആക്ടിവിറ്റി 6 നോക്കാം.
റീറൈറ്റ് ദ സെൻറ്റൻസസ് ഇൻ ദ ഗിവൺ ഫോർമാറ്റ്. അപ്പോൾ ഈ സെൻറ്റൻസസ് വായിച്ചിട്ട് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിൽ. എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേഴ്സ് നിയർ ദ വിൻഡോ. അപ്പം അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു മത്സ്യകന്യക ജനവാതിലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ജനലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പിയേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെടുന്നു. അതെങ്ങനെ മാറ്റി എഴുതാം? മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. അപ്പിയേഴ്സ് എന്നുള്ള അപ്പിയേർഡ് നെയ്യ്. അപ്പോൾ എങ്ങനെയാണ്? ബ്യൂട്ടിഫുൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മത്സ്യകന്യക ജനലിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. ജെല്ലി ഫിഷ് തിളങ്ങുന്ന ലൈറ്റുകൾ കൊണ്ടുവരുന്നു. അപ്പോൾ കൊണ്ടുവന്നു എന്ന് എങ്ങനെ ആക്കാം? ബ്രിങ്സിൻ്റെത് ബ്രോട്ട്. ദ ജെല്ലി ഫിഷ് ബ്രോട്ട് ഗ്ലിൻഡിങ് ലൈറ്റ്സ്. അടുത്തത് എന്താണ്? ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. അപ്പോൾ എന്താണ്? വെയില് ജിംഗ്ലിംഗ് ബാംഗിൾസ് അല്ലേ, കുലുങ്ങുന്ന ബാംഗിൾസും ആയിട്ടാണ് വരുന്നു. കുലുങ്ങുന്ന ബാംഗിൾസും ആയിട്ട് വരുന്നു. അപ്പോൾ വന്നു പാസ്റ്റ് ടെൻസിലേക്ക് എങ്ങനെയാക്കാം? കം എന്നുള്ളത് കെയിം എന്നാക്കാം. ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാംഗിൾസ്. അടുത്തത് എന്താണ്? ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. ഡോൾഫിൻ എന്താണ് കൊണ്ടുവരുന്നത്? സുഗന്ധം പരക്കുന്ന പൂക്കൾ കൊണ്ടുവരുന്നു. അപ്പോൾ ക്യാരിയുടെ പാസ്റ്റ് ടെൻസ് ആണ് carried. അപ്പോൾ എങ്ങനെ എഴുതാം? ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ്. അടുത്തത് ജൂലിയ സ്മൈൽസ്. ജൂലിയ ചിരിക്കുന്നു. അപ്പോൾ എങ്ങനെ എഴുതാം? ജൂലിയ ചിരിച്ചു എന്ന് എങ്ങനെയാണ് എഴുതുക? ജൂലിയ സ്മൈൽഡ്. നെക്സ്റ്റ് ദ പാർട്ടി ബിഗിൻസ്. പാർട്ടി ആരംഭിക്കുന്നു. അപ്പോൾ പാർട്ടി ആരംഭിച്ചു എന്ന് എങ്ങനെയാ പറയുക? ദ പാർട്ടി ബിഗിൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. ദ വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻഡിക്കേറ്റ് എ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ചെറിയ വാക്കിന് അടിവര ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ഫിഷ് ഉണ്ട്, എ ഫിഷ്. പിന്നെയോ കുറച്ചധികം ഫിഷ് ഉണ്ടായതുകൊണ്ട് എ സ്കൂൾ ഓഫ് ഫിഷ്. അപ്പോൾ ഫിഷിന് നമ്മൾ സ്കൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? കൂട്ടം എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. പിന്നെ എ ബനാന, പിന്നെ എ ബഞ്ച് ഓഫ് ബനാനാസ്. അപ്പോൾ ഇത് ബഞ്ച് എന്ന് പറയുന്നതും ഒരു കൂട്ടത്തിന് തന്നെയാണ്. പിന്നെ ഡോഗിന് പറയുമ്പോഴോ എ ഡോഗ്, എ പാക്ക് ഓഫ് ഡോഗ്സ്. പാക്ക് എന്നാണ് പറയുക, അതും കൂട്ടം തന്നെയാണ്. പിന്നെ നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് സ്യൂട്ടബിൾ വേർഡ് ഫ്രം ചൂസ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ള വേർഡ്സിൽ ഏതാണ് മാച്ച് എന്ന് വെച്ചാൽ താഴോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ ഡേഷ് ഓഫ് പ്ലെയേഴ്സ്. അപ്പോൾ എന്താണ്? കുറച്ച് കുട്ടികൾ ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് അല്ലേ. എ ടീം ഓഫ് പ്ലെയേഴ്സ്. പിന്നെയോ ഡേഷ് ഓഫ് ഷീപ്പ്, ഹെർഡ് ഓഫ് ഷീപ്പ്. പിന്നെ എ ഡേഷ് ഓഫ് കീസ്. അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ബഞ്ച് തന്നെ കൊടുക്കാം അല്ലേ. അപ്പോൾ എ ബഞ്ച് ഓഫ് കീസ്. ഇനി ആക്ടിവിറ്റി 8 ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ ബൈ ജോയിനിങ് ദ ഡോട്ട്സ് ദെൻ കളർ ഇറ്റ്. റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട്. 1 2 3 എന്ന് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, 20 വരെ. അപ്പോൾ അത് ഡോട്ട് പിന്നെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മത്സ്യകന്യകയുടെ എന്താണ് പിക്ചർ ബാക്കി ഭാഗം കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കളറ് കൊടുത്ത് ഭംഗിയാക്കാം. അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മെർമെയ്ഡ് ആദ്യം തന്നെ ഗോൾഡ് ഫിഷിനെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക? ഹായ് മൈ ഡിയർ ഗോൾഡ് ഫിഷ്. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്ത് പറയും? ഹാപ്പി ബർത്ത്ഡേ മൈ പ്രിൻസസ് ജൂലിയ. അപ്പോൾ മെർമെയ്ഡ് പറയും താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പോൾ ഗോൾഡ് ഫിഷ് പറയാണ് യു ആർ ലുക്കിംഗ് സോ പ്രെറ്റി ടുഡേ. പിന്നെയോ യുവർ ക്രൗൺ മേക്സ് യു മോർ ബ്യൂട്ടിഫുൾ എന്ന്. അപ്പം മെർമെയ്ഡ് പറയും താങ്ക് യു സോ മച്ച് യുവർ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഗോൾഡ് ഫിഷ് എന്താ പറയുന്നത്? ഐ ആം സോറി ഐ കുഡിൻറ്റ് ബ്രിങ് എനി ഗിഫ്റ്റ്സ്. എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരാത്തതിൽ സോറി പറയാണ്. അപ്പോൾ മെർമെയ്ഡ് എന്താ പറയുന്നത്? ഇറ്റ്സ് ഓക്കെ ഡിയർ യുവർ പ്രസൻസ് മെയ്ഡ് ബി ഹാപ്പി. നീ വന്നത് തന്നെ സന്തോഷം, അതൊന്നും സാരമില്ല എന്ന് പറയാണ്. പിന്നെയോ ലെറ്റ്സ് ബിഗിൻ ദ പാർട്ടി ആൻഡ് എൻജോയ്. നമുക്ക് പാർട്ടി തുടങ്ങാം, എൻജോയ് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരു കോൺവെർസേഷൻ കഴിയാണ് കേട്ടോ മക്കളെ. അടുത്തത് വെള്ളത്തെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ കവിതയാണ്. വാട്ടർ ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ ഫ്ലോസ്. ടാപ്പ് തിരിക്കുമ്പോൾ എന്താണ്? വെള്ളം ഒഴുകുന്നു. ഡസ് എനി വൺ നോസ് വേർ ദ വാട്ടർ ഗോസ്. അപ്പോൾ ആർക്കെങ്കിലും അറിയാമോ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതെന്ന്? അടുത്തത് ടേൺ ഓൺ ദ ടാപ്പ് ആൻഡ് ദ വാട്ടർ കംസ്. അപ്പോൾ ടാപ്പ് തിരിക്കുമ്പോൾ വെള്ളം വരുന്നു. ഡസ് എനി വൺ നോസ് വേർ ദ വാട്ടേഴ്സ് ഫ്രം. ഈ വെള്ളമൊക്കെ എവിടുന്നാണ് വരുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ?
വാട്ടർ ഈസ് ക്ലീൻ ആൻഡ് വാട്ടർ ഈസ് കൂൾ. വെള്ളം ക്ലീനാണ്, അതുപോലെ തന്നെ നല്ല തണുത്തതാണ് അല്ലേ. ലിവിങ് ഇൻ റിവേഴ്സ് ആൻഡ് റെയിനിങ് ഇൻ പൂൾസ്. നദികളിൽ താമസിക്കുന്നു, കുളങ്ങളിൽ മഴ പെയ്യുന്നു അല്ലേ. യെറ്റ് വാട്ടർ ക്യാൻ ട്രിക്കിൾ ആൻഡ് വെൽസ് ക്യാൻ ഡ്രൈ അപ്പ്. നമ്മൾ വെള്ളം ശേഖരിച്ച് വെക്കാത്തിടത്തോളം കാലം കിണറുകളൊക്കെ വറ്റും. ടിൽ there's nothing left to fill up the cup. വേർ ഡസ് ദ വാട്ടർ ഗോ. അപ്പം വെള്ളമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? കടലിലേക്കാണ് അല്ലേ. വേർ ഈസ് ദ വാട്ടർ ഫ്രം. എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? റെയിൻ, മഴയെ തുടർന്നാണ് അല്ലേ നമുക്ക് വെള്ളം കിട്ടുന്നത്. വാട്ട് ഷോൾ വി ഡു വെൻ ദ വാട്ടർ ഈസ് ഗോൺ. അപ്പം വെള്ളം വന്നില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്തത് ആക്ടിവിറ്റി 9 ആണ്. വി യൂസ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ പല ഉപയോഗത്തിനും പല സംഭവത്തിനും യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഈസ് ഹാംഫുൾ. പക്ഷേ പ്ലാസ്റ്റിക് വേസ്റ്റ് നമുക്ക് ഹാനികരമാണ് അല്ലേ. ഹാനികരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപദ്രവകാരിയാണ്. ഡിസൈൻ എ പോസ്റ്റർ ഇൻ യുവർ നോട്ട് ബുക്ക് അഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങളോടൊരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോട്ടിലൊരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതാ സേ നോ ടു പ്ലാസ്റ്റിക്, സേ നോ ടു പ്ലാസ്റ്റിക് അവിടെ തന്നിട്ട് കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ചിത്രം, ഇങ്ങനെ അഴുക്കിൻ്റെ ചിത്രമൊക്കെ തന്നിട്ട് അതിലൊരു പക്ഷി കുടുങ്ങുന്നത് അല്ലേ, അങ്ങനെ ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ അതുപോലെ വേറെ എന്തെങ്കിലും ചിത്രങ്ങളൊക്കെ വരയ്ക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 10 ആണ്. ഇതിലുള്ളതുപോലെ നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് പേപ്പർ ഫിഷ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഉണ്ടാക്കി നോക്കൂലേ. പോസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് എന്താണ്? റീഡ് ദ ഫോളോയിങ് പോയം, കംപ്ലീറ്റ് ദ പോയം ആൻഡ് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ താഴെയുള്ള പോയം ചൊല്ലി നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അതിനൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിലും കൂടെ കൊടുക്കണം. എന്താണ്? നമുക്ക് ചൊല്ലി നോക്കാം. വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്. അതായത് വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്. ഇത് വെള്ളമാണ്, ഇത് ഫ്രഷ് ആണ് അല്ലേ. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ഇത് കുന്നുകളിൽ നിന്നും താഴേക്ക് ഒഴുകുന്നു. ചിയേഴ്സ് അസ് ആൻഡ് ത്രിൽസ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. നെക്സ്റ്റ്, വാട്ടർ ഈസ് ക്ലിയർ, ഇറ്റ് ഈസ് സോ നൈസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് ആൻഡ് ത്രിൽസ്. വാട്ടർ ക്ലിയർ ആണ് അല്ലേ. ഇറ്റ് ഈസ് സോ നൈസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, കുന്നുകളിൽ നിന്നും ഒഴുകുന്നു. ചിയേഴ്സ് ആൻഡ് ത്രിൽസ്, നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഇനിയുള്ളതിൽ രണ്ട് ലൈൻസ് വെച്ചിട്ട് വിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അവിടെ ചേരുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നാമത് എന്ത് ചേർത്ത് കൊടുക്കാം? വാട്ടർ ഈസ് ഡിയർ, വാട്ടർ നമുക്ക് പ്രിയപ്പെട്ടതാണ്. ഇറ്റ് ഈസ് സോ കൂൾ, അത് വളരെ തണുത്തതാണ് എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് എന്ത് എഴുതാം? വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ സോഫ്റ്റ്. വെള്ളം എന്താണ്? ശുദ്ധമാണ്, അത് സോഫ്റ്റ് ആണ് എന്ന്. പിന്നെ എന്തെഴുതാം? വാട്ടർ ഈസ് അവേഴ്സ്, ഇറ്റ് ഈസ് സോ പ്രഷ്യസ്. വാട്ടർ നമ്മുടേതാണ്, വെള്ളം നമ്മുടേതാണ്, ഇത് വളരെ വിലമതിപ്പുള്ളതാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു പോയത്തിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. അപ്പം ഐ ആം വാട്ടർ എന്ന് കൊടുക്കുക അല്ലേ. ഇനി ആക്ടിവിറ്റി 12 ആണ്. റൈറ്റ് മോർ എക്സ്പ്രഷൻസ് സിമിലർ ടു ദ വൺ ഗിവൺ ബിലോ. ഇവിടെ കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സിമിലർ ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഇനി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ യമ്മി, സോ ഡെലീഷ്യസ്. അപ്പോൾ നല്ല മധുരമുള്ളതാണ്. സോ ഡെലീഷ്യസ്, നല്ല സ്വാദുള്ളതാണ് അല്ലേ. സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്. ഇനി നമുക്ക് ഏതൊക്കെ കൊടുക്കാം? സോ ഗ്രേറ്റ്, സോ ഹാൻസം, സോ പ്രിറ്റി, സോ നൈസ്. ഇങ്ങനെ മക്കളും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അടുത്തത് ദ ഹംഗ്രി കാറ്റർപില്ലർ. വിശക്കുന്ന ഒരു കാറ്റർപില്ലറിൻ്റെ കഥയാണ്. ഇൻ ദ ലൈറ്റ് ഓഫ് ദ മൂൺ ദ വാസ് എ ലിറ്റിൽ എഗ് ഓൺ എ ലീഫ്. നിലാവിൻ്റെ വെളിച്ചത്തിൽ ഇലയുടെ മുകളിൽ ഒരു ചെറിയ എഗ്ഗ് ഉണ്ടായിരുന്നു അല്ലേ, ചെറിയൊരു മുട്ട ഉണ്ടായിരുന്നു. വൺ സൺഡേ മോർണിംഗ് ദ വാം സൺ കെയിം അപ്പ്. രാവിലെ, ഞായറാഴ്ച രാവിലെ എന്താണ്? സൂര്യൻ വന്നു അല്ലേ, സൂര്യൻ ഉദിച്ചു. ഔട്ട് ഓഫ് ദ എഗ് കെയിം എ ടൈനി ആൻഡ് വെരി ഹംഗ്രി കാറ്റർപില്ലർ. അപ്പം നമ്മുടെ ആ എഗ്ഗിൽ നിന്നും വളരെ വിശക്കുന്ന ഒരു കാറ്റർപില്ലറാണ് പുറത്തേക്ക് വന്നത്. ഷീ സ്റ്റാർട്ടഡ് ടു ലുക്ക് ഫോർ സം ഫുഡ്. അവൾ എന്താണ്? ചുറ്റുപാടും തിരയാൻ തുടങ്ങി.
എന്തെങ്കിലും ഫുഡ്. ഓൺ മൺഡേ ഷീ എയ്റ്റ് ത്രൂ വൺ ആപ്പിൾ. അപ്പോൾ മൺഡേ എന്ത് കഴിച്ചു? ആപ്പിൾ കഴിച്ചു. ബട്ട് ഷി വാസ് സ്റ്റിൽ ഹംഗ്രി. പക്ഷെ അപ്പോഴും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ ട്യൂസ്ഡേ ഷീ എയ്റ്റ് ത്രൂ ടു പിയേഴ്സ് ബട്ട് ഷി വാസ് സ്റ്റിൽ ഹംഗ്രി. ട്യൂസ്ഡേ ചൊവ്വാഴ്ച 2 പിയേഴ്സ് കഴിച്ചു, പക്ഷേ എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ വെനസ്ഡേ ഷീ എയ്റ്റ് ത്രൂ 3 പ്ലംസ്. ബുധനാഴ്ച വെനസ്ഡേ 3 പ്ലംസ് കഴിച്ചു, എന്നിട്ടും അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ തേഴ്സ്ഡേ ഷീ എയ്റ്റ് ത്രൂ 4 സ്ട്രോബെറീസ്. തേഴ്സ്ഡേ എന്താണ് കഴിച്ചത്? 4 സ്ട്രോബെറീസ് കഴിച്ചു. ബട്ട് ഷി വാസ് സ്റ്റിൽ ഹംഗ്രി. എന്നിട്ടും വിശക്കുന്നുണ്ടായിരുന്നു. ഓൺ ഫ്രൈഡേ ഷീ എയ്റ്റ് ത്രൂ 5 ഓറഞ്ചസ് ബട്ട് ഷീ വാസ് സ്റ്റിൽ ഹംഗ്രി. അവൾ വെള്ളിയാഴ്ച 5 ഓറഞ്ച് കഴിച്ചു, എന്നിട്ടും അവൾക്ക് ഭയങ്കര വിശപ്പാണ്. ഓൺ സാറ്റർഡേ ഷീ എയ്റ്റ് ദാറ്റ് നൈറ്റ്. സാറ്റർഡേ എന്താണ്? ഒരുപാട് ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു, ചിത്രത്തിൽ കാണുന്നത് പോലെ. ദാറ്റ് നൈറ്റ് ഷീ ഹാഡ് എ സ്റ്റൊമക് ഏക്ക്. അങ്ങനെ ആ രാത്രി അവൾക്ക് എന്ത് വന്നു? വയറുവേദന വന്നു. ദ നെക്സ്റ്റ് ഡേ വാസ് സൺഡേ അഗൈൻ. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച വന്നിക്കാണ്. ഞായറാഴ്ചയാണല്ലോ വിരിഞ്ഞത് മുട്ടയിൽ നിന്ന്. അതുപോലെ അടുത്തൊരു ഞായറാഴ്ച വന്നപ്പോൾ അവൾ എന്താണ്? ദ കേറ്റർ പില്ലർ എയ്ഡ് ത്രൂ വൺ നൈസ് ഗ്രീൻ ലീഫ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫെൽറ്റ് സോ മച്ച് ബെറ്റർ. അങ്ങനെ ഞായറാഴ്ച അവൾ എന്ത് കഴിക്കുകയാണ്? ഒരു ഇല കഴിക്കുകയാണ് അല്ലേ? നല്ല ഗ്രീൻ ലീഫ്, പച്ച ഇല കഴിക്കുകയാണ്. അപ്പോൾ അവൾക്ക് നല്ല ആശ്വാസം തോന്നുകയാണ് അല്ലേ? ഷീ വാസ് ഇൻ ഹംഗ്രി എനിമോർ. പിന്നെ അവൾക്ക് വിശപ്പില്ല. ആൻഡ് ഷീ വാസ് ഇൻ എ ലിറ്റിൽ കാറ്റർപില്ലർ എനിമോർ. അപ്പോൾ അവൾ ചെറിയ കാറ്റർപില്ലർ അല്ല, അപ്പോഴേക്കിനും വലുതായിട്ടുണ്ട് അല്ലേ? ഷീ വാസ് എ ബിഗ് ഫാറ്റ് കാറ്റർപില്ലർ. തടിച്ച വലിയ കാറ്റർപില്ലർ ആയിട്ടുണ്ട്. ഷീ ബിൽഡ് എ സ്മോൾ ഹൗസ് കോൾഡ് എ കൊക്കൂൺ. അങ്ങനെ അവൾക്ക് ചുറ്റും ഒരു വീടുണ്ടാക്കി. അതിന് പറയുന്ന പേരാണ് കൊക്കൂൺ. എറൗണ്ട് ഹെർസെൽഫ് ഷീ സ്റ്റേഡ് ഇൻസൈഡ് ഫോർ മോർ ദാൻ 2 വീക്സ്. അങ്ങനെ 2 ആഴ്ചയിലും കൂടുതൽ അവൾ ആ ഹൗസിനുള്ളിൽ, അവളുടെ വീടിനുള്ളിൽ നിന്നു. ദെൻ ഷീ നിബ്ഡ് എ ഹോൾ ഇൻ ദ കൊക്കോൺ. അങ്ങനെ അവൾ കൊക്കോണിനുള്ളിലുള്ള ഒരു ഹോള് തള്ളി. പുഷ്ഡ് ഹെയർ എ വേ ഔട്ട് ആൻഡ് ഷീ ബിക്കെയിം എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ. അപ്പോൾ ആരാണ് ആ ഹോള് തള്ളി നീക്കി പുറത്തേക്ക് വന്നത്? വളരെ ഭംഗിയുള്ള ഒരു ചിത്രശലഭമാണ്, പൂമ്പാറ്റയാണ് അല്ലേ? ബട്ടർഫ്ലൈ ആണ്. മക്കൾക്ക് കുഞ്ഞു കഥ ഇഷ്ടമായോ? കാറ്റർപില്ലർ പൂമ്പാറ്റ ആവുന്ന ആ ഒരു ജേണി ഇഷ്ടമായോ? ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 13. ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഈ കഥ നമ്മുടെ വാക്കിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് എന്തൊക്കെ വേണം? ഹൂ ഈസ് ദിസ്? ആരാണത് എന്ന് വേണം. വാട്ട് ഡിഡ് ഹീ സീൻ ഇൻ ദ ഡീപ് സീ? കടലിൻ്റെ അടിയിൽ എന്താണ് കണ്ടതെന്ന് വേണം. പിന്നെ ഹൂ അപ്പിയേർഡ് നിയർ ദ വിൻഡോ? ജനലിൻ്റെ അടുത്ത് ആരാണ് പ്രത്യക്ഷപ്പെട്ടത്? വാട്ട് വാസ് ദ സെലിബ്രേഷൻ ഇൻ ദ പാലസ്? എന്ത് സെലിബ്രേഷനാണ് പാലസിലുള്ളത്? ഹൂ മെയ്ഡ് എ വിസിലിംഗ് സൗണ്ട്? ആരാണ് വിസിലടിച്ചത്? വാട്ട് വേർ ദ ബോട്ട്മാൻ ഡൂയിങ്? മനുഷ്യന്മാരൊക്കെ ബോട്ടിൽ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? വാട്ട് ഡിഡ് ദ ഷാർക്ക് ഡു? ലാസ്റ്റ് ഷാർക്ക് എന്ത് ചെയ്തു? ഡിഡ് ദ പ്രിൻസസ് പണിഷ് ദ ബോട്ട്മാൻ? വാട്ട് ഡിഡ് ഷീ ഡു? അപ്പം പിന്നെ പ്രിൻസസ് ബോട്ട്മാനെ പണിഷ് ചെയ്തോ? എന്താണ് ചെയ്തത്? ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ എഴുതുന്ന ആ കഥയിൽ വേണം. അപ്പം നമുക്ക് എഴുതി നോക്കാം. വൺ ഡേ എ ഗോൾഡ് ഫിഷ് വാസ് സ്വിമ്മിങ് ത്രൂ ദ സീ. ഒരു ദിവസം ഗോൾഡ് ഫിഷ് കടലിലൂടെ നീന്തുമായിരുന്നു. ദെൻ ഹി സോ ദാറ്റ് ഓൾ ഹിസ് ഫ്രണ്ട്സ് വെർ ഗോയിങ് ഇൻ സെയിം ഡയറക്ഷൻ. അപ്പോൾ അവൻ കാണുകയാണ് അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരേ സ്ഥലത്തേക്ക് പോകുന്നത്, ഒരേ ദിശയിലേക്ക് പോകുന്നത്. സോ ആസ് ഹി ഫോളോഡ് ദം. അങ്ങനെ അവന് അവരെ ഫോളോ ചെയ്തു. ഹീ സോ എ ബ്യൂട്ടിഫുൾ പാലസ്. അങ്ങനെ അവൻ അവിടെ മനോഹരമായ ഒരു പാലസ് കണ്ടു. എവിടെയാണ് കണ്ടത്? അണ്ടർ ദ സീ, കടലിൻ്റെ അടിയിൽ. ആൻഡ് എ മെർമെയ്ഡ് അപ്പിയേർഡ് ബൈ ദ വിൻഡോ ഇൻ ദ പാലസ്. അപ്പോൾ പാലസിൻ്റെ ജനലിനരികെ ഒരു മത്സ്യകന്യക പ്രത്യക്ഷപ്പെട്ടു. ഓൾ ദ ഫ്രണ്ട്സ് ഓഫ് ദ ഗോൾഡ് ഫിഷ് പ്രസൻറ്റഡ് ഗിഫ്റ്റ്സ് ടു ദ മെർമെയ്ഡ്. ഗോൾഡ് ഫിഷിൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും മെർമെയ്ഡിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്തിനാണ്? വിഷസ് ഹെർ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ കൂടെ പറയുന്നുണ്ട്. ദേ കട്ട് ദ കേക്ക് ആൻഡ് ബിഗിൻ ദ ബർത്ത്ഡേ പാർട്ടി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ബർത്ത്ഡേ പാർട്ടി സ്റ്റാർട്ട് ചെയ്തു. സഡൻലി എ ഡോൾഫിൻ വിസിൽഡ് ലൗഡ്ലി. അപ്പോൾ പെട്ടെന്ന് ഡോൾഫിന് വിസിലടിച്ചു, സൗണ്ടിൽ, ഒച്ചയിൽ. ഓൾ ഓഫ് ദ ഫിഷേഴ്സ് സ്റ്റോപ്പ്ഡ് ദ പാർട്ടി ആൻഡ് വെൻ ദ നിയർ ടു ഡോൾഫിൻ. പാർട്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത് ഡോൾഫിൻ്റെ അടുത്തേക്ക് പോയി. ദ ഡോൾഫിൻ സെഡ്
ദാറ്റ് ഡോൾഫിൻ അവരോട് പറഞ്ഞു ദ ഹ്യൂമൺ ആർ കമ്മിങ് അഗെയിൻ ടു ഡംപ് ഇൻ ദ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇൻ ദയർ സീ. അപ്പോൾ കടലിലേക്ക് വേസ്റ്റ് തള്ളാൻ വേണ്ടിയിട്ട് മനുഷ്യന്മാർ വന്നിട്ടുണ്ട് അല്ലേ. മനുഷ്യർ വന്നിട്ടുണ്ട്. ഓൾ ഓഫ് ദം ഡിസൈഡഡ് ടു ഡ്രൈവ് ദ ഹ്യൂമൺ ഔട്ട് ഓഫ് ദ സീ. അപ്പം മനുഷ്യന്മാരെ ഓടിക്കണമെന്ന് അവർ തീരുമാനിക്കും. ബിക്കോസ് മെനി ഓഫ് ദെയർ ഫ്രണ്ട്സ് വെർ ഡൈഡ് ഈറ്റിംഗ് ദ പ്ലാസ്റ്റിക്. അങ്ങനെ പ്ലാസ്റ്റിക് കഴിച്ചിട്ട് ഒരുപാട് ഫ്രണ്ട്സ് മരിച്ചു പോയിട്ടുണ്ട് അല്ലേ. ദ വൈൽ ആൻഡ് ഷാർക്ക് വെൻ ദ നിയർ ദ ബോട്ട്. വെയിലും ഷാർക്കും കൂടെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. ദ ഷാർക്ക് ബീറ്റ് ദ ബോട്ട് വിത്ത് ഹിസ് ടെയിൽ. അവൻ്റെ വാല് കൊണ്ട് ഒരൊറ്റ അടി ആ ബോട്ടിന്. ദ മെൻ ബെഗ്ഡ് ഫോർ ദെയർ ലൈഫ്. അങ്ങനെ അവർ പേടിച്ച് എന്തായി അവരുടെ ലൈഫിന് വേണ്ടി യാചിക്കാൻ തുടങ്ങി. ദ പ്രിൻസസ് വാണ്ട് ആൻഡ് ലെറ്റ് ദം ഗോ. അങ്ങനെ പ്രിൻസസ് എന്ത് ചെയ്തു, ഒരു വാർണിംഗ് കൊടുത്ത് അവർ പോയി അല്ലേ. അടുത്ത ആക്ടിവിറ്റി 14 ആണ്. ഒബ്സർവ് ദ പിക്ചർ, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ കാണുന്നത്? വെജിറ്റബിൾ ഡാൻസ് പാർട്ടി എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട്, പിന്നെ സ്റ്റേജ് ഉണ്ട്, പിന്നെ വഴുതിനിങ്ങ, ബ്രിഞ്ചൽ എന്താണ് പാട്ട് പാടുന്നുണ്ട്, അതുപോലെ കേബേജ് പാട്ട് പാടുന്നു, പിന്നെ മത്തൻ പംകിൻ നൃത്തം ചെയ്യുന്നു, ടൊമാറ്റോ ഗിറ്റാർ വായിക്കുന്നു, ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ഡാൻസ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആരാണ് കുക്കുംബർ ഡാൻസ് കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇതാ മേഘം കറുത്തിട്ട് മേഘം കണ്ടോ ഒരു ദുഷ്ടത്തരം ചെയ്യുന്ന മാതിരി ചിരിച്ചിട്ടുള്ള ഒരു ചിത്രം അല്ലേ. എന്നിട്ട് മഴ പെയ്യുന്നു, പച്ചക്കറികളെല്ലാം ഒരു പല വഴിക്ക് ഓടുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഓൾ ദ വെജിറ്റബിൾസ് ഇൻ എ വില്ലേജ് ഡിസൈഡഡ് ടു ഹാവ് എ ഡാൻസ് പാർട്ടി. അപ്പോൾ ഗ്രാമത്തിലുള്ള പച്ചക്കറികളെല്ലാം ഒരു ഡാൻസ് പാർട്ടി നടത്താൻ തീരുമാനിച്ചു. സോ വൺ ഡേ ദേ ഫിക്സ്ഡ് ഇറ്റ്. അപ്പോൾ ഒരു ദിവസം അവർ ഫിക്സ് ചെയ്തു. ആൻഡ് ദാറ്റ് ഡേ അറൈവ്ഡ്. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഫസ്റ്റ് ടു സ്റ്റാർട്ട് സിംഗിങ് വാസ് ബ്രിഞ്ചൽ. അങ്ങനെ ബ്രിഞ്ചലാണ് ഫസ്റ്റ് പാട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ കേബേജ് സാങ് എ മെലഡിയസ് സോങ്. കേബേജ് എന്ത് ചെയ്തു, പിന്നെ ഒരു മെലഡി ആയിട്ടുള്ളൊരു സോങ് പാടി. പംകിൻ മോഹിനിയാട്ടം കളിച്ചു. പൊട്ടാറ്റോ സിനിമാറ്റിക് ഡാൻസ് കളിച്ചു. പിന്നെ വാസ് ഓൾസോ പെർഫോംഡ്. ടൊമാറ്റോ പ്ലേഡ് ദ ഗിറ്റാർ. ടൊമാറ്റോ എന്ത് ചെയ്യാണ്, ഗിറ്റാർ വായിച്ചു. പിന്നെ വൈൽ പ്ലേയിങ് ദ കുക്കുംബർ ഡാൻസ്. അങ്ങനെ കുക്കുംബർ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദ ക്ലൗഡ് ടേൺഡ് ബ്ലാക്ക് ആൻഡ് മേഘം കറുത്തു. ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്. അങ്ങനെ മഴ പെയ്യാൻ തുടങ്ങി. ദ പ്രോഗ്രാം ഹാസ് സ്റ്റോപ്പ്ഡ്. അങ്ങനെ പ്രോഗ്രാം നിർത്തി. ഓൾ ദ വെജിറ്റബിൾസ് റാൻ അവേ. എല്ലാ വെജിറ്റബിൾസും പല വഴിക്ക് ഓടി. അപ്പോൾ കുഞ്ഞു കഥ മക്കൾക്ക് ഇഷ്ടമായോ? അപ്പം പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ഒന്ന് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ.